ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്പു കടയിൽ ചെന്ന് വട്ട് വാങ്ങാൻ പോയത് വരെയാണ് നമ്മൾ പഠിച്ചത്. എത്ര രൂപയ്ക്കാണ് അവൻ കോലി വാങ്ങാൻ ശ്രമിച്ചത്? 1.5 രൂപയ്ക്ക്. എന്തിനായിരുന്നു അവൻ്റെ അച്ഛൻ ആ പൈസ കൊടുത്തു വിട്ടിരുന്നത്? ഫീസ് അടയ്ക്കാൻ. പക്ഷെ അവൻ ഫീസ് അടച്ചില്ല. ആ പൈസയും കൊണ്ടുവന്നിട്ട് രാവിലെ അവനെ ആകർഷിച്ച വട്ടുകൾ വാങ്ങുവാനായിട്ട് ആ കടയിലെത്തി. കടക്കാരൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും പൈസയ്ക്ക് വേണം, മുഴുവൻ പൈസയ്ക്ക് എനിക്ക് വട്ടുകൾ വേണമെന്ന് പറഞ്ഞു. पहले कभी किसी लड़के ने इतनी बड़ी रकम से कंचे नहीं खरीदे थे. മുൻപൊരിക്കലും ഇത്രയും രൂപയ്ക്ക് ഒരു കുട്ടി പോലും വട്ടുകൾ വാങ്ങിയിട്ടില്ല. ഇത്രേ കഞ്ചോ की जरूरत क्या है? ഇത്രയും വട്ടുകളുടെ ആവശ്യം എന്താണ്? क्या मैं नहीं बताऊंगा, मैं नहीं बताऊंगा. ഞാൻ പറയില്ല, എനിക്ക് ഇത്രയും രൂപയുടെ വട്ടുകൾ വേണം, മുഴുവനും വേണം. അപ്പൊ കടക്കാരൻ ചോദിച്ചു, എന്തിനാ നിനക്ക് ഇത്രയും വട്ടുകൾ? അത് ഞാൻ പറയില്ല, എനിക്ക് ഇത്രയും പൈസയുടെ മുഴുവൻ വട്ടുകളും വേണം. दुकानदार समझ गया वह भी किसी जमाने में बेचा रहा था, उसके साथ ही मिलकर खरीदे होंगे. കടക്കാരന് ഒരു കാര്യം മനസ്സിലായി. കാരണം എന്താണ്? അയാളും പണ്ട് കാലത്ത് ഒരു കുട്ടിയായിരുന്നു. ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ള ആ മനുഷ്യനാണ് ഇപ്പൊ കടക്കാരനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അയാൾ ഓർത്തു, ഞാനും ഒരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഇത്രയും വട്ടുകൾ വാങ്ങി കൂട്ടുകാരുമായിട്ട് അവർക്ക് ഷെയർ ചെയ്തൊക്കെ കളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം അയാൾ ചിന്തിച്ചു. യഹി ഉनके लिए खरीदने आया होगा. ചിലപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കൂട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവൻ ഇത് മൊത്തം പൈസയും കളക്ട് ചെയ്ത് വാങ്ങാൻ വന്നതെന്ന് അയാൾ വിചാരിച്ചു. वह खंजे खरीदने की बात जॉर्ज के सिवा और किसी को बताना नहीं चाहता था. പക്ഷേ നമ്മുടെ അപ്പു വട്ട് വാങ്ങുന്ന കാര്യം ജോർജിനോടല്ലാതെ മറ്റൊരാളോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരോട് പറയത്തില്ല. ആരുമായിട്ട് മാത്രമേ വട്ട് കളിക്കുള്ളൂ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജോർജ് ആയിട്ട് മാത്രമേ അപ്പു വട്ട് കളിക്കുകയുള്ളൂ. दुकानदार ने पूछा, क्या तुम्हें कंजा खेलना आता है? നിനക്ക് വട്ട് കളിക്കാൻ അറിയാമോ? നന്നായിട്ട് വട്ട് കളിക്കാൻ അറിയാമോ എന്ന് കടക്കാരൻ ചോദിച്ചു. വഹ് नहीं जानता था. അവന് അറിയില്ലായിരുന്നു. तो फिर പിന്നെ നിനക്ക് എന്തിനാ ഇത്രയും വട്ടുകൾ? കടക്കാരൻ ചോദിച്ചു. कैसे कैसे सवाल पूछ रहा था, उसका धीरज जवाब दे रहा था. കടക്കാരൻ ഇങ്ങനെ വട്ടുകൾ എണ്ണി എടുക്കുന്നതിനൊപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അവൻ വളരെ പതുക്കെ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. उसने हाथ हिलाया. അവൻ കൈകൾ നീട്ടി. दे दो, തരൂ. दुकानदार हंस पड़ा. കടക്കാരൻ ചിരിച്ചു. വഹു भी हंस पड़ा. അവനും ചിരി വന്നു. കാരണം രാവിലെ കടക്കാരൻ വഴക്ക് പറഞ്ഞതാണ്, നീ ഇതെല്ലാം കൂടെ ഉരുട്ടിയിട്ട് പൊട്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോ വട്ടുകൾ വാങ്ങാൻ വന്നപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും അധികം വട്ടുകൾ ഒരു കുട്ടി വാങ്ങിക്കുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് അയാൾ ചിരിച്ചു, അവനും ചിരിച്ചു. कागज की पोटली छाती से चिपटाए वह नीम के पेड़ों की छाव में चलने लगा. ആ കടലാസ് പൊതി, ഒരു കടലാസിലാണ് നിറയെ വട്ടുകൾ കടക്കാരൻ പൊതിഞ്ഞു നൽകിയത്. അത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ രാവിലെ കഥകളൊക്കെ ഓർത്ത് നടന്ന വഴിയിലൂടെ, ആ മരങ്ങളുടെ ഷേഡിലൂടെ അവൻ നടന്നു. കഞ്ചേ അബുസ്കി ഹത്തേലി മേഘെ. ആ വട്ടുകൾ ഇപ്പൊ എവിടെയാണ്? അവന്റെ കൈക്കുള്ളിലാണ്. जब चाहे बाहर निकालने उसने पोटली हिलाकर देखा. എപ്പോ വേണമെങ്കിലും അത് പുറത്തേക്ക് എടുക്കാം. അവൻ ആ പൊതി കുലുക്കി നോക്കി. അവന് ചിരി വരുന്നുണ്ടായിരുന്നു. കാരണം എന്താ? ഇത്രയധികം വട്ടുകൾ രാവിലെ ആ ഭരണിക്കുള്ളിൽ കിടന്നപ്പോ ഒന്ന് തൊടാൻ കൊതിച്ചതാണ്. പക്ഷെ ഇപ്പോ 1.5 രൂപയ്ക്ക് നിറയെ വട്ടുകൾ തന്റെ കൈക്കുള്ളിൽ ഈ പൊതിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഉസ്കാ ജി ചാഹ്താ താ കാശ് പൂരാ ജാത് ഉസേ മിൽ ജാതാ. അവന്റെ മനസ്സാഗ്രഹിച്ചത് ആ മുഴുവൻ ഭരണിയിലുള്ള മുഴുവൻ വട്ടുകളും അവന് കിട്ടിയിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ചു. जार मिलता तो उसके जूने से ही कंजे को छूने का एहसास होता. ആ ഭരണിയിലൊന്ന് തൊടുമ്പോൾ തന്നെ, ആ ഗ്ലാസ് ജാറിലൊന്ന് തൊടുമ്പോൾ തന്നെ വട്ടുകളിൽ തൊടുന്ന സുഖമാണ്. അത്രയും സന്തോഷമായിരുന്നു. എക്കായെ കുസെ ശക് ഹുവ. പെട്ടെന്ന് അവനൊരു സംശയം തോന്നി. ക്യാ സബ് കഞ്ചോ മേ ലഗി ഹോഗി. എല്ലാ വട്ടുകളിലും ഷേഡ് ഉണ്ടാവുമോ? വട്ടുകൾക്കുള്ളിൽ വൈറ്റ് കളറിലും ഗ്രീൻ കളറിലും ഒക്കെ ഷേഡുകൾ കാണും. അതെല്ലാ വട്ടുകളിലും കാണുമോ? അവന് സംശയം തോന്നി. उसने पोटली खोलकर देखने का निश्चय किया. അവൻ ആ പൊതി ഒന്ന് തുറന്നു നോക്കാൻ തീരുമാനിച്ചു. ബസ്താ നീച്ചെ രഖ്കർ വഹ് ധീരെ സെ പോട്ടലി ഖോൽനെ ലഗാ. തന്റെ തോളിൽ കിടന്ന പുസ്തകവും സഞ്ചിയും ഒക്കെ താഴെ വെച്ചിട്ട് അവൻ പതിയെ ആ പൊതി തുറന്നു. പോട്ടലി കുലി ഔർ സാരെ കഞ്ചേ ബിഖർ ഗയേ. അവൻ ആ പൊതി തുറന്ന നിമിഷം തന്നെ വട്ടുകളൊക്കെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പൊതി തുറന്ന് മുഴുവൻ താഴേക്ക് പോയി. ബീച്ചോ ബീച്ച് പഹുചേ. അവനാണെങ്കിൽ ആ റോഡിന്റെ ഒത്ത നടുക്കൂടെ നടന്നു വരികയായിരുന്നു. ആ സമയത്താണ് അവൻ പൊതി തുറന്നു നോക്കിയതും വട്ടുകളെല്ലാം താഴെ
താഴേക്ക് ചിതറിപ്പോയതും. ക്ഷണഭർ സത്പക്കാനേക്ക് ബാദ് ബഹുനെ ചുന്നേ ലഗ. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി, ഇങ്ങനെ അത്ഭുതപ്പെട്ടു എന്ത് ചെയ്യുമെന്നുള്ളൊരു പരിഭ്രമത്തിൽ നിന്നു. പക്ഷെ അടുത്ത നിമിഷം അവൻ ഓരോന്നായിട്ട് ഇറക്കിയെടുക്കാൻ തുടങ്ങി. ഹദേലി ഭർഗേലി, കൈകൾ നിറഞ്ഞു. പൊതിയിൽ കൊടുത്ത നിറച്ച വട്ടുകളാണ്, അപ്പൊ അവന്റെ കൈകൾ നിറഞ്ഞു പോയി. വഹു ചുനേ പിയെ കഞ്ചെ കഹാൻ രഖേ, പെറുക്കിയെടുത്ത വട്ടുകൾ എവിടെയാണ് വെക്കുക? സ്ലേറ്റ് और किताब बस्ते से बाहर रखने के बाद कंजे बस्ते में डालने लगा. അവൻ എന്ത് ചെയ്തു? പുസ്തകവും സ്ലേറ്റും ഒക്കെ എടുത്ത് ബാഗിൽ നിന്ന് വെളിയിലേക്ക് വെച്ചു. അത് കുറച്ച് വലിപ്പമുള്ള സാധനങ്ങളാണല്ലോ കയ്യിൽ പിടിക്കാൻ, അതുകൊണ്ട് വെളിയിലേക്ക് വെച്ചിട്ട് ആ സഞ്ചി നിറയെ വട്ടുകൾ പിറക്കി നിറക്കാൻ തുടങ്ങി. 1 2 3 4, 1 2 3 4 എന്ന് എണ്ണി എണ്ണി അവൻ ബാഗിലേക്ക് പെറുക്കി ഇടാൻ തുടങ്ങി. एक कार सड़क पर ब्रेक लगा रही थी. പെട്ടെന്ന് ഒരു കാറ് റോഡിൽ വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു. അപ്പോൾ സ്വപ്നത്തിൽ കഞ്ചെ ചിഹ്നമേ മഗ്ന. പക്ഷെ അവനിതൊന്നും അറിയുന്നില്ല. അവനെന്താണ് വട്ടുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈവർ को इतना गुस्सा आया कि उस लड़के को कंजे खा जाने की इच्छा हुई. ഡ്രൈവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഉസ് ലड़के को कंजा खा जाने से इच्छा हुई. ഈ ചെറുക്കൻ എന്താണ് കാണിക്കുന്നത്? റോഡിന്റെ നടുക്കിരുന്നിട്ട് വട്ട് കളിക്കുകയാണ്. അവന് എന്ത് ചെയ്യാണെന്ന് ഓർത്തിട്ട് അയാൾക്ക് ദേഷ്യം വന്നു. उसने बाहर झांक कर देखा वह लड़का क्या कर रहा है. അവൻ ആ ഡ്രൈവർ കാറിന്റെ പുറത്തേക്ക് തലയിട്ട് നോക്കി. എന്താണ് അയാൾ ചെയ്യുന്നത്? ആ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ആ ഡ്രൈവർ കാറിന്റെ വെളിയിലേക്ക് തലയിട്ട് നോക്കി. ഫോൺ की आवाज सुन कंजे चुनते अप्पू ने बीच में सिर उड़ाकर देखा. വണ്ടിക്കാരൻ ദേഷ്യപ്പെട്ട് ഹോൺ അടിക്കുന്ന ഒച്ച കേട്ട് അവൻ പെട്ടെന്ന് തല ഉയർത്തി മുകളിലേക്ക് നോക്കി. സാമനെ एक मोटर है. മുന്നില് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടു. और उसके भीतर ड्राइवर, അതിന്റെ ഉള്ളിൽ ഡ്രൈവർ ഇരിക്കുന്നത് കണ്ടു. उसने सोचा क्या कंजा उसे भी अच्छे लग रहे हैं. അവൻ ആലോചിച്ചു, അയ്യോ ഈ വട്ടുകൾ പുള്ളിക്ക് വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും വണ്ടി നിർത്തിയിരിക്കുന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. ഈ ഗോലി കളിക്കാൻ പുള്ളിക്കും ഇഷ്ടമായിരിക്കും, ഇത് വാങ്ങാനായിരിക്കും അദ്ദേഹവും വണ്ടി നിർത്തിയിരിക്കുന്നതെന്ന് അവൻ ആലോചിച്ചു. ഷായദ് ബഹുബി മസാല രഹാഹെ. ഒരു പക്ഷേ അദ്ദേഹത്തിനും ഈ എന്താണ് വട്ട് കളിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം. ഒരു ഗോലി താഴെ നിർത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു, നല്ല ഭംഗിയില്ലേ, ഇത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. ഡ്രൈവറുടെ ദേഷ്യം കാറ്റത്ത് പറന്നു പോകുന്നത് പോലെ പോയി. അദ്ദേഹം ചിരിച്ചു. ബസ്ത കന്ധे पर लटकाए स्लेट किताब शीशी पेंसिल सब छाती से चिपकाकर वह घर आया. ആ സ്ലേറ്റും പെൻസിലും എന്താണ് ടെക്സ്റ്റ് ബുക്കും ബോട്ടിലും എല്ലാം കൂടി കയ്യിലിങ്ങനെ അടുക്കി പിടിച്ചിട്ട് ബാഗ് നിറയെ വട്ടുകൾ തോളിൽ തൂക്കിക്കൊണ്ട് അവൻ വീട്ടിലേക്ക് എത്തി. ഉസ്കി മാം ഷാംകി ചായ തയ്യാറാക്കാൻ ഉസ്കി രാഹ് ദേഖ് രഹി थी. അവന്റെ അമ്മ അവന് വേണ്ടിയിട്ടുള്ള ചായയും പലഹാരവും ഒക്കെ തയ്യാറാക്കിയിട്ട് വഴിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. बरामदे की बेंच पर स्लेट व किताबें फेंककर वह दौड़कर मांगे गले लग गया. ആ വരാന്തയില് സ്ലേറ്റും ബാഗും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ഉസ്കെ ലൗട്നെ മേ ദേർ ഹോത്തെ ദേഖ് മാം ഘബരായി हुई थी. അവൻ സാധാരണ വരുന്നതിനേക്കാളും താമസിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പൊ വരാൻ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഉസ്നെ ബസ്ത ജോർ സെ ഹിലാക്കർ ദിഖായ. അവൻ എന്ത് ചെയ്തു? ചെന്നപാട് അവന്റെ കയ്യിലുള്ള സഞ്ചി ഇങ്ങനെ ഇളക്കി കാണിച്ചു കൊടുത്തു, കിലുക്കി കേൾപ്പിച്ചു. അരേ ഇത് ക്യാ ഹേ മാനെ പൂച്ച. എന്തുവാടാ ഇത്? അമ്മ ചോദിച്ചു. അരേ ഇത് ക്യാ ഹേ മാനെ പൂച്ച. എന്തുവാടാ ഇത്? അമ്മ ചോദിച്ചു. ഞാൻ പറയത്തില്ല. ബഹു ബോല ഉസ്സേ നഹീ കഹേഗാ. അപ്പൊ നീ എന്നോട് പറയത്തില്ലല്ലേ? അമ്മ പിണങ്ങുന്നത് പോലെ കാണിച്ചു. കഹൂങ്ക മാം ആംഖേ ബന്ദ് കർ ലോ. അമ്മ എന്നെ കണ്ണടച്ച് ഞാൻ ഇപ്പൊ പറയാം. മാനെ ആംഖേ ബന്ദ് കർ ലി. അമ്മ കണ്ണുകൾ അടച്ചു. ഉസ്നെ ഗിന 1 2 3. അവൻ പറഞ്ഞു. ഞാൻ 1 2 3 പറയുമ്പോഴേ അമ്മ കണ്ണ് തുറക്കാവൂ. അവൻ എന്നിട്ട് 1 2 3 എന്ന് എണ്ണാൻ തുടങ്ങി. മാനെ ആംഖേ ഖോൽക്കർ ദേഖ. അമ്മ കണ്ണുകൾ തുറന്ന് നോക്കി. ബസ്തേമേ കഞ്ചേ ഹി കഞ്ചേനെ. ബാഗ് നിറച്ച് വട്ടുകളാണ്. അവർക്ക് അത്ഭുതം തോന്നി. ഇത്രേ സാരി കഞ്ചേ കഹാസെ ലായ. ഇത്രയധികം വട്ടുകൾ നിനക്ക് എവിടുന്ന് കിട്ടിയടാ? ഖരീദേ ഹേ. വാങ്ങിയതാണ്. എന്താണ്? പൈസ പമ്പി വെച്ച് കാശ് എവിടുന്ന് കിട്ടി? പിതാജിക്ക് തസ്വീർ की ओर इशारा करते हुए उसने पूछा दोपहर को दिए थे ना. അച്ഛനെ ഇങ്ങനെ അച്ഛന്റെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഉച്ചയ്ക്ക് തന്നില്ലായിരുന്നോ? അച്ഛൻ ഉച്ചയ്ക്ക് എനിക്ക് പൈസ തന്നില്ലേ? എന്തിനാ തന്നത്? ഫീസ് അടയ്ക്കാൻ. ആ പൈസ എടുത്തിട്ടാണ് എന്ത് വാങ്ങിയത്? വട്ടുകൾ വാങ്ങിയത്. മാനെ ദാന്തോ തലേ ഉംഗലി ദബാ
പായി, അമ്മ ഇങ്ങനെ വാ തുറന്ന് നിന്നുപോയി. ഫീസ് കെ പൈസ, ഫീസ് അടയ്ക്കാൻ കൊടുത്ത പൈസയാണ്. ഇത്രയും സാരേ കഞ്ചേ കാഹെ കോലിയെ, എടാ ഇത്രയധികം പട്ടുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് നീ വാങ്ങിയത്? ആക്ക് ഖേലോകെ കിസ്കെ സാത്ത്, ആരുമായിട്ട് കളിക്കാനാണ്? ഉസ് ഘർ മേ സിർഫ് വഹി ഹേ, ആ വീട്ടില് കുഞ്ഞായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. ഉസ്കെ ബാദ് ഏക് മുന്നി ഹുയി थी उसकी छोटी बहन, മകർ അവന് ഒരു ഇളയ അനുജത്തി ഉണ്ടായിരുന്നു, പക്ഷേ അവള് മരണപ്പെട്ടു പോയിരിക്കുന്നു. മാം കി പലക്കെ ഭീഗ് ഗയി, അമ്മയുടെ കൺവീലികൾ നനഞ്ഞു. ഉസ്കി മാം രോ രഹി ഹേ, അവന്റെ അമ്മ കരയുകയാണ്. അപ്പോ നഹീം ജാൻ സകാ കി മാം ക്യോം രോ രഹി ഹേ, അമ്മയ്ക്കും അവനെ മനസ്സിലായില്ല, അമ്മ എന്തിനാണ് കരയുന്നതെന്ന് അവന് മനസ്സിലായില്ല. ക്യാ കഞ്ചേ ഖരീദ്നെ സേ ऐसा तो नहीं हो सकता तो फिर, പട്ടുകൾ വാങ്ങിയതുകൊണ്ട് വിഷമം കൊണ്ടാണോ അമ്മ കരയുന്നത്? അങ്ങനെയല്ലേ, പിന്നെ എന്തിനാണ് അമ്മ കരയുന്നതെന്ന് ഓർത്ത് അവൻ ആലോചിച്ചു. उसकी आंखों के सामने बूढ़ा दुकानदार और कार का ड्राइवर खड़े खड़े हंस रहे थे, അവന്റെ കണ്ണിന് മുന്നിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങള് ആ വൃദ്ധനായ കടക്കാരൻ അവനെ നോക്കിച്ചിരിക്കുന്നതും ആ കാർ ഡ്രൈവർ ചിരിക്കുന്നതുമായിരുന്നു. വേ സബ് പസന്ദ് കർത്തേ ഹേ, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടല്ലോ പട്ടുകള്. സിർഫ് മാംകോ കഞ്ചേക്കോ പസന്ദ് നഹീ ആയ, പക്ഷെ അമ്മയ്ക്ക് മാത്രം എന്താ ഇഷ്ടപ്പെടാതെ വന്നത്? ശായദ് കഞ്ചേ അച്ഛേ നഹീ ഹേ, ഒരുപക്ഷെ പട്ടുകൾ കൊള്ളാത്തതായിരിക്കുമോ? ബസ്തേ മേ ആമിലെ ജൈസെ കഞ്ചി നിക്കാത്തെ ഹും ഉസ്നെ കഹാ, ആ ബാഗിൽ നിന്ന് നെല്ലിക്കയുടെ അത്ര വലിപ്പമുള്ള പട്ടുകൾ എടുത്തിട്ട് അവൻ പറഞ്ഞു, ബുരാ കഞ്ചേ ഹേ ഹേനാ, കൊള്ളാത്തതാണോ ഇത്? ഇത് കൊള്ളാത്ത പട്ടുകളാണോ? നെഹി അച്ഛേ ഹേ, അല്ലല്ല, നല്ല സൂപ്പറാണ്, ഒന്നാം തരം പട്ടുകളാണ്. ദേഖ്നെ മേ ബഹുത് അച്ഛേ ലഗ്തേ ഹേ നാ, കാണാൻ എന്ത് ഭംഗിയല്ലേ മേ? ബഹുത് അച്ഛേ ലഗ്തേ ഹേ, ആ എന്ത് ഭംഗിയാ, നല്ല ഭംഗിയാണെന്ന് അമ്മയും പറഞ്ഞു. വ ഹസ്പട, അവൻ അത് പറഞ്ഞിട്ട് ചിരിച്ചു. ഉസ്കി മാ ഭി ഹസ്പടി, അവന്റെ അമ്മയും അവന്റെ ഒപ്പം ചിരിയിൽ പങ്കുചേർന്നു. ആൻസു സെ ഗീലെ മാം കെ ഗാൽ പർ ഉസ്നെ അപ്നാ ഗാൽ സട്ടാ ദിയ, കണ്ണുനീര് വീണ് നനഞ്ഞ അമ്മയുടെ കവിളിലേക്ക് അവൻ ഇങ്ങനെ കവിളുകൾ ചേർത്ത് വെച്ചു. അബ് ഉസ്കെ ദിൽ സെ ഖുഷി ചലത്തി ഹി, ഇപ്പൊ അവന്റെ ഹൃദയത്തില് മനസ്സില് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ ചിരി കണ്ടപ്പോൾ അവന് സന്തോഷമായി, അവനും അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി, സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ടി പത്മനാഭന്റെ ഒരു കഥയാണ് നമ്മൾ പഠിച്ച കഞ്ചായ എന്ന് പറയുന്ന ലെസൺ. എല്ലാവരും ലെസൺ നന്നായിട്ട് വായിക്കുക, ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കാം, ചെറിയ ചെറിയ മീനിങ്സ് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊക്കെ എഴുതി പഠിക്കാം. ഓക്കെ, ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്.